ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഫേസ് യോഗ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയിങ് ആക്കാനും ലിഫ്റ്റ് ചെയ്യാനും മസിൽസിനെ ടോൺ ചെയ്യാനും ഡബിൾ ചിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനും ഭാവിയിൽ വരാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് യോഗയാണ്. അപ്പോൾ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിറം വയ്ക്കാൻ, സ്കിന്ന് ഗ്ലോ ചെയ്യാൻ, ആന്റി ഏജിങ് ആയിട്ട്, അതായത് മുഖത്ത് റിങ്കിൾസും പിഗ്മെന്റേഷനും ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോഡക്ട്സുകൾ ഉണ്ട്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പ്രോഡക്ട്സുകൾ ഉണ്ട് അല്ലെ. അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവും കേട്ടോ, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളൊരു സ്കിൻ കെയർ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും, മാറ്റം ഉണ്ടാവും. പക്ഷെ അങ്ങനത്തെ പ്രോഡക്ട്സുകളെല്ലാം നമ്മളുടെ ഔട്ടർ സ്കിന്നിലാണ്, ഔട്ടർ ലെയർ ഓഫ് സ്കിന്നിലാണ് വർക്ക് ചെയ്യുക. നമുക്ക് ഉള്ളിൽ നിന്നൊരു ഗ്ലോ വേണം, നമ്മളുടെ സ്കിന്നിനെ നല്ലോണം ടൈറ്റൻ ചെയ്യണം, പോസിനൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ എക്സസൈസ് ഒക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം കേട്ടോ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നല്ലൊരു ഗ്ലോയിങ്ങും ലിഫ്റ്റിംഗും ആയിട്ടുള്ള ടോൺഡ് മസിൽസ്, ഫേഷ്യൽ മസിൽസ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് യോഗ. യോഗ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ. രണ്ടാമത്തത് ഡയറ്റ്. നമ്മൾ പുറത്ത് മാത്രം കെയർ ചെയ്താൽ പോരാ, നമ്മൾ നല്ല നല്ല ഭക്ഷണങ്ങൾ അകത്തേക്ക് കഴിക്കുക. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കഴിക്കണമെന്നില്ല. ആ ഒരു സീസണിൽ, ഏതൊരു സീസൺ ആണോ ആ സീസണിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ നിന്ന് നല്ല ഗ്ലോ ഉണ്ടാവും, നമ്മളെപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ ഒരു ഫേസ് യോഗ നിങ്ങളുടെ ഡെയിലി ടൈമിൽ നിന്ന് ഒരു 10 മിനിറ്റ്സ് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. എപ്പോഴാണോ സമയം കിട്ടുന്നത്, ചിലർക്ക് രാവിലെ ആയിരിക്കാം, ചിലർക്ക് വൈകിട്ട് ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ ചിലർക്ക് ഉച്ചയ്ക്ക് ജോലികളൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു ബ്രേക്കിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് സമയവും കാര്യങ്ങളും ഇല്ല. ജസ്റ്റ് 10 മിനിറ്റ്സ് നിങ്ങൾ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 1 മന്ത് റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. വിത്തിൻ 1 മന്ത് നിങ്ങളോട് മറ്റുള്ളവർ ചോദിക്കുന്ന രീതിയിൽ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ ഫേഷ്യൽ മസിൽസ് നന്നായിട്ട് ടൈറ്റ് ആവും, ലിഫ്റ്റ് ആവും. അറ്റ് ദ സെയിം ടൈം മുഖത്ത് നല്ലൊരു പ്രസരിപ്പും, എന്താ പറയാ, രക്തപ്രസാദം എന്ന് പറയില്ലേ, ആ ഒരു സംഭവം നമ്മൾ ഫേസിൽ ഇങ്ങനെ വരും. മറ്റുള്ളവർ നമ്മളോട് ചോദിക്കും, നിന്റെ മുഖം നല്ല പ്രസരിപ്പുണ്ടല്ലോ, നീ വളരെ എനർജറ്റിക് ആയല്ലോ കാണാനായിട്ട്, നല്ല ഗ്ലോയിങ് ആയല്ലോ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് വരും. ഞാനിപ്പോൾ മുടങ്ങാതെ ഫോളോ ചെയ്യുന്നുണ്ട്, ഞാൻ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് ഒരുമിച്ച് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾ എന്നും പ്ലേ ചെയ്തിട്ട് എൻ്റെ ഒപ്പം ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഈ ഒരു ഫേസ് യോഗ ചെയ്യണേക്കാൾ മുമ്പ് നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവണം. ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്തിട്ട് പോഴ്സും നമ്മളുടെ എക്സ്റ്റേണൽ ആ ഒരു സ്കിന്നിന്റെ ലെയർ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ കുങ്കുമാതി തൈലം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ, ഇല്ലെങ്കിൽ പിന്നെ വീട്ടിൽ ഉണ്ടാവുന്ന വെളിച്ചെണ്ണയോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓയിലി സ്കിന്നാലും ഒന്നും അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ചില ദിവസങ്ങളിൽ ഓഫീസിൽ നിന്ന് വന്നിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുക. അപ്പോൾ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഡ്രൈയിങ് ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം കുങ്കുമാതി തൈലം യൂസ് ചെയ്യാറുണ്ട്. കുങ്കുമാതി തൈലം എത്രത്തോളം നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ കുങ്കുമാതി തൈലം ഡെയിലി അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്തോളൂ കേട്ടോ. അപ്പൊ നമുക്ക് നമ്മളുടെ റിസൾട്ട് വന്നിട്ട് ഒന്നും കൂടി ഡബിൾ ആവും. അപ്പൊ കുങ്കുമാതി തൈലത്തിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്കിന്നിന് നല്ല ഗ്ലോയിങ് ആക്കും, നന്നായിട്ട് നിറം വെക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് പറ്റുകയാണെന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്തോളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഫേഷ്യൽ യോഗ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഞാനൊരു കാര്യം പറയാം കേട്ടോ. ഇത് കാണാനായിട്ട് ഭയങ്കര ഫണ്ണിയാണ്. അപ്പൊ നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മളെ ചിരിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കത് ചെയ്യാനായിട്ടുള്ള ആ ഒരു സീരിയസ്നെസ് പോകും. അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൂം അടച്ചിട്ടിട്ട് ബെറ്റർ നിങ്ങളൊരു കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ചെയ്യണതായിരിക്കും. ഓക്കെ, അപ്പൊ എന്റെ ഫേസ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരാം, ഭയങ്കര ഫണ്ണിയാണ്. പക്ഷേ അതിന്റെ റിസൾട്ട് ആലോചിക്കുക, എത്രത്തോളം ബെനിഫിഷ്യൽ ആണെന്ന് ആലോചിച്ച് കഴിയുമ്പോൾ നമുക്കത് ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഏരിയ ആണ് ചീക്സ് അല്ലെ. അപ്പൊ ചീക്സ് ടൈറ്റൻ ചെയ്യാനായിട്ടുള്ള എക്സസൈസ് നമ്പർ 1, ആദ്യം എയർ ഫുള്ളായിട്ട് എടുക്കുക. ഇങ്ങനെ ഇൻഹേൽ ചെയ്യാം, കണ്ടോ. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എപ്പോഴും നമ്മുടെ ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യോഗ ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ മുഖത്ത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മേലേക്കായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ കവിളിൽ ഫുള്ളായിട്ട് എയർ ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ ലിപ്സ് ഇങ്ങനെ താഴേക്ക് ആക്കാതെ അത് മേലേക്ക് ആക്കാം. അപ്പോഴാണ് ഇവിടുത്തെ മസിൽസ് ഇങ്ങനെ മേലേക്ക് ലിഫ്റ്റ് ആവുള്ളൂ. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഡീപ്പായിട്ട് ഒരു ബ്രീത്ത് എടുക്കുക, എന്നിട്ട് വായിൽ നിറയെ എയർ ഫില്ല് ചെയ്യുക. അതിനുശേഷം ലിപ്സ് മേലേക്ക് ആക്കാം. ഇത് 10 സെക്കൻഡ്സ് ആണ് ചെയ്യേണ്ടത്.
എക്സസൈസ് നമ്പർ 1-ൽ 4 സെറ്റാണ് ഉള്ളത്. ഇപ്പോൾ ഒന്നാമത്തെ സെറ്റ് നമ്മൾ ഫിനിഷ് ചെയ്തു. സെയിം കാര്യങ്ങൾ തന്നെ 3 തവണ കൂടി ചെയ്യാം. അപ്പോൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുക, ഒരു 2-3 സെക്കൻഡ്സ് ബ്രേക്ക് എടുക്കുക. ഇപ്പൊ എനിക്ക് ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു പെയിൻ പോലെ, ചെറിയൊരു പെയിൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് നല്ല മസിൽസ് ഒക്കെ നന്നായിട്ട് ടൈറ്റ് ആയ കാരണമാണ്. അപ്പോൾ ഒരു 2-3 സെക്കൻഡ്സ് ബ്രേക്ക് എടുത്തതിന് ശേഷം അടുത്ത സെറ്റിലേക്ക് പോവാം. റിലാക്സ്. ലാസ്റ്റത്തെ സെറ്റ്. കുറച്ചു നേരം ഒരു 5 സെക്കൻഡ്സ് നമുക്ക് ബ്രേക്ക് എടുത്തിട്ട് എക്സസൈസ് നമ്പർ 2ലേക്ക് പോവാം. അടുത്തൊരു എക്സസൈസും ചീക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യം റൈറ്റ് ചീക്സിൽ എയർ ഫില്ല് ചെയ്യുക, അതിനുശേഷം ആ എയർ ലെഫ്റ്റ് ചീക്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക, ലെഫ്റ്റ് ചീക്സിൽ നിന്ന് റൈറ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക. അപ്പോഴും നമ്മളുടെ ലിപ്സ് മേലേക്ക് ആയിരിക്കണം ലിഫ്റ്റ് ചെയ്യേണ്ടത്. കേട്ടോ, ഇങ്ങനെയാണ്. ഇത് നമ്മൾ 10 വട്ടമാണ് ചെയ്യേണ്ടത്. 1, 2, 3, 4 അങ്ങനെ 10 വട്ടം 2 സെറ്റാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു. ഈ സെക്കൻഡ് സെറ്റ്. നമ്മളിപ്പോൾ ചീക്സിൽ ചെയ്ത അതേ കാര്യം അപ്പർ ലിപ്പിലും ലോവർ ലിപ്പിന്റെ ഭാഗത്തും ചെയ്യാം. അതായത് അപ്പർ ലിപ്പിന്റെ മസിൽസിന്റെ ലോവർ ലിപ്പിന്റെ മസിൽസിന്റെയും ടോണിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ആദ്യം നമുക്ക് അപ്പർ ലിപ്പിൽ എയർ ഫില്ല് ചെയ്യാം. ഡീപ്പായിട്ടൊരു ബ്രീത്ത് എടുക്കാം. ടെൻ ടൈംസ് ആണ് കേട്ടോ ചെയ്യേണ്ടത്. ഇനി ഒരു സെറ്റും കൂടി നമുക്ക് ചെയ്യാം. ഈ 10 ടൈംസ് എന്ന് ഞാൻ പറഞ്ഞത് 1-2 നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 10 കൗണ്ട്സ് മിനിമം ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നമുക്ക് എക്സസൈസ് നമ്പർ 4ലേക്ക് പോവാം. അടുത്തതായിട്ട് നമ്മൾ ലിപ്സ് കൊണ്ട് ഒരു ഓ മേക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം വായ കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, വായ കൊണ്ട് തന്നെ ശ്വാസം പുറത്തേക്കും വിടാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓ, ഓക്കെ. ഈ ഒരു സമയത്ത് നമ്മളുടെ ഈ ഒരു മസിൽസ്, ഈ ഭാഗത്തെ മസിൽസ് നന്നായിട്ട് ടൈറ്റ് ആവണം. കണ്ടോ, ഇത് നമ്മൾ 10 കൗണ്ട്സ് ആണ് ചെയ്യേണ്ടത്.
ഓക്കെ, ഇനി നമുക്ക് സ്മൈൽ ലൈൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. സ്മൈൽ ലൈൻസ് കൺട്രോൾ ചെയ്യാനും ഭാവിയിൽ വരാതിരിക്കാനും വരുന്നതൊന്ന് ലേറ്റ് ആക്കാനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നത്, നമ്മളെ ലിപ്സിന്റെ രണ്ട് സൈഡ് നമ്മൾ ഉള്ളിലേക്ക് വലിക്കുക, എയർ വെച്ചിട്ട് വലിക്കുക. കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഒരു 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം. ഇത് നമുക്ക് ഒരു സെറ്റും കൂടി ചെയ്യണം. അടുത്ത എക്സസൈസിൽ നമ്മൾ ലിപ്സ് നമ്മൾ കിസ് ചെയ്യുമ്പോൾ എങ്ങനെയാ പിടിക്കുക, ഇങ്ങനെ കൂർപ്പിച്ച് പിടിക്കാം. ഓക്കെ, ഇങ്ങനെ കൂർപ്പിച്ച് പിടിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് വീഡിയോന്റെ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ടായി, നമ്മുടെ ഈ ഒരു ലിപ്സിന്റെ ഈ ഒരു താഴത്തെ മസിൽ മേലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിപ്സ് ഒന്ന് മേലേക്ക് കുറച്ച് ലിഫ്റ്റ് ചെയ്യാം ഇങ്ങനെ പിടിക്കുമ്പോൾ. ഓക്കെ, ഈ ലിപ്സ് ഇങ്ങനെ മേലേക്ക് പുഷ് ചെയ്യാം. കണ്ടോ, അതായത് മൂക്കിന്റെ അവിടേക്ക് പൊക്കി കൊണ്ടുപോവാം. അതിനുശേഷം നമ്മളുടെ ഈ ഒരു നെക്ക് കുറച്ച് ഇങ്ങനെ മേലേക്ക് ഉയർത്താം, മേലേക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ടൈറ്റ് ആയിരിക്കണം, ഈ ഒരു മസിൽ നല്ല ടൈറ്റ് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് മേലേക്ക് നോക്കാം, ഒരു 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം. സെറ്റ് നമ്പർ 1 കഴിഞ്ഞു. നമുക്ക് ഇനി ഒരു സെറ്റും കൂടി ചെയ്യണം. ഈ ഒരു സ്മോൾ ബ്രേക്ക് എടുക്കുക, ഒരു 5 സെക്കൻഡ്സ് ബ്രേക്ക് എടുക്കാം. എഗെയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ശരിക്കും ഇവിടെ ഫീൽ ചെയ്യും കേട്ടോ, ഇവിടുത്തെ മസിൽസിലും ശരിക്കും നമുക്ക് ആ ഒരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യാൻ പറ്റും. ഈ ഒരു എക്സസൈസ് നമ്മൾ നേരെ നോക്കിയിട്ടാണ് ചെയ്തത്. സെയിം എക്സസൈസ് തന്നെ നമ്മളുടെ സൈഡിലത്തെ മസിൽസിനെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് ചെയ്യാം. സെയിം കാര്യം തന്നെ. വൺ ടൈം ചെയ്താൽ മതി. അത് തന്നെ ലെഫ്റ്റിലേക്കും ടേൺ ചെയ്തിട്ട് ചെയ്യാം. ബോഡി ടേൺ ജസ്റ്റ് നെക്ക് മാത്രം ടേൺ ചെയ്യാൻ പാടുള്ളൂ. എനിക്കറിയാം ഭയങ്കര ഫണ്ണിയാണ് കാണാൻ, പ്ലീസ് ഡോണ്ട് മൈൻഡ്. ഇത് ശരിക്കും പറഞ്ഞാൽ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മാത്രം ഉള്ളൊരു ഏരിയയിൽ ഇരുന്നിട്ട് ഇത് ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതായിട്ട് നമ്മളുടെ ഫേസിൻ്റെ ഒരു ഭാഗം തന്നെയാണല്ലോ കഴുത്തും പിന്നെ ഈ ഒരു കോളർ ബോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോളർ ബോൺസിൻ്റെ അവിടെ, അതായത് നമ്മുടെ കോളർ ബോൺസ് വരുന്നത് ഇവിടെയാണ്. നമുക്ക് ഇവിടെ 2 എല്ലുകളില്ലേ, ആ എല്ലുകളുടെ തൊട്ട് മേലെ ഒരു കുഴി ഉണ്ടാവും ഈ ഒരു ഭാഗത്ത്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ ഫിംഗേഴ്സ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തതിന് ശേഷം ബോഡി സ്ട്രെയിറ്റ് ആക്കി വെക്കുക, കഴുത്തും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആക്കി വെക്കുക. ഇതുപോലെ ബെൻഡ് ചെയ്തിട്ടൊന്നും ഇരിക്കരുത്, സ്ട്രെയിറ്റ് ആക്കി വെച്ച് കണ്ണടച്ചിട്ട് കുറച്ചു നേരം അവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കാം. ഇനി നമ്മളുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് നെക്കിൻ്റെ ബാക്ക് സൈഡിലത്തെ സെൻറ്റർ ഭാഗത്തുനിന്ന് ഫ്രണ്ടിലേക്ക് ഈ ഒരു ഭാഗം വരെ പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക, ഒരു 10 കൗണ്ട്സ്.
ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ മസാജൊക്കെ ചെയ്യുമ്പോൾ വൈഡായിട്ടുള്ള കഴുത്തുള്ള ഡ്രസ്സ് ഇടാം. ഞാൻ ശരിക്കും അത് ഓർത്തില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ റെഡി ആയിട്ട് വീഡിയോ എടുക്കാനുണ്ടായത്. സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കഴുത്തിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഈ ഒരു സമയത്തൊക്കെ വേണമെങ്കിൽ നന്നായിട്ട് ഓയിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ. ഇനി നമ്മളുടെ രണ്ട് ഫിംഗേഴ്സ് എടുത്തിട്ട് അതിൻ്റെ ടിപ്പ് എടുത്തിട്ട് നമ്മുടെ ചെവിയുടെ തൊട്ട് താഴെ ഒരു പോയിന്റിൽ, അതായത് ചെവിയുടെ തൊട്ട് താഴെ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കുക. കണ്ണടച്ചിട്ട് നന്നായിട്ട് റിലാക്സ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. ഒരു 10 സെക്കൻഡ്സ് നമുക്കിങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ജോ ലൈനിൻ്റെ ഭാഗത്ത് ഡബിൾ ചിന്നും സാഗിങ്ങും ഒക്കെ ഈ ഒരു ഭാഗത്താണ് ആദ്യം നമുക്ക് വിസിബിൾ ആവുക. അപ്പോൾ ഈ ഒരു ഭാഗം ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മസാജാണ്, അതായത് യോഗ തന്നെയാണ്. നമ്മളുടെ ഈ 2 ഫിംഗേഴ്സ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് പിടിക്കാം. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ, അത് ഇവിടെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ചെവി വരെ കൊണ്ടുപോവാം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ പിടിക്കാം. 10 കൗണ്ട്സ് ചെയ്യാം കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. അതായത് നമ്മളുടെ ഈ 2 വിരലിൻ്റെ ഇടയിലായിട്ട് ഇവിടുത്തെ ബോൺ കറക്റ്റായിട്ട് വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് ഈ ഒരു ഫിംഗറിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് നമുക്ക് മസാജ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ. ഇനി നമ്മളുടെ കണ്ണിൻ്റെ അണ്ടർ ഐയുടെ ഭാഗത്ത് മെയിൻലി ഇത് റിങ്കിൾസ് പോകാനും അതേപോലെ ഡാർക്ക് സർക്കിൾസ് കൺട്രോൾ ചെയ്യാനും അറ്റ് ദ സെയിം ടൈം നമുക്ക് അന്നത്തെ ദിവസത്തെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമ്മൾ കുറേ നേരം ലാപ്ടോപ്പിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കണ്ണിനൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 2 ഫിംഗേഴ്സ് വെച്ചിട്ട് കണ്ണിൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. കണ്ണടയ്ക്കുക ആദ്യം, അതിനുശേഷം ഒരു 10 സെക്കൻഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഓവറായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ താഴേക്കൊന്നും വലിക്കരുത് കേട്ടോ. നമ്മളെപ്പോഴും പതുക്കെ ഒന്നിങ്ങനെ തൊട്ട് കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മളുടെ ഈ ലിപ്സിൻ്റെ 2 സൈഡിലത്തെ ഈ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് മേലേക്ക് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ലിഫ്റ്റ് ചെയ്യരുത്, ജസ്റ്റ് കണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത ഒരു 2 കാര്യം എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള മസാജ് പോയിന്റ്സ് ആണ്. നമ്മളുടെ ആ ഒരു എക്സസൈസ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ബോഡി എക്സസൈസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു വാമപ്പ് ഉണ്ടാവുമല്ലോ, സ്ട്രെച്ചിങ്ങും വാമപ്പും. അതേപോലെയാണ് നമ്മൾ ഈ ഒരു ഫേഷ്യൽ മസാജ് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രഷർ പോയിന്റ്സിൽ പ്രസ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ യോഗ നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. റിസൾട്ടും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നീട് വീഡിയോ കാണുന്നവർക്ക് അത് യൂസ്ഫുൾ ആവും. ഈ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് എൻ്റെ ഒപ്പം എന്നും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ആർക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്താൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ